ഈ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു മുട്ട ഉണ്ടായാൽ ഈ ഒരു മുട്ട കൊണ്ട് നമ്മൾ ഈ പഴയതായതാണ് ആദ്യത്തെ അല്ല, ആദ്യം പറിച്ചതിനല്ല, രണ്ടാമത് പറിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാത്തിനും നല്ലതാണ് ഈ ഒരു മുട്ട എടുത്തിട്ട് ഇത് ഉടച്ചിട്ട് നമ്മളെന്താ ചെയ്യുന്നത് നോക്കാമല്ലോ. ഇതാക്കിയിട്ട് കൊടുക്കാമല്ലോ. അതിനാണ് ഞാനിതിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. കണ്ടോ, കേട്ടില്ലേ? ഇതിവിടെ എടുത്തൂടെ, ഇവിടെ ഇതിൻ്റെ മേലെ വെക്കട്ടെ, കാണാം. ഇത് കണ്ടല്ലോ, ഈ മുട്ട ഇതിപ്പോൾ ഉടച്ചിട്ട് ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇതെല്ലാം അടക്കം എടുക്കാം. ഭയങ്കര ഉറപ്പല്ലേ. ഇതുപോലെ ഇതുപോലെ നല്ലോണം ഉഷാറാവാനും കാൽസ്യത്തിൻ്റെ എല്ലാം ഈ കലവറയാണ് ഈ മുട്ട എന്ന് പറയുന്ന സാധനം തന്നെ. കണ്ടില്ലേ? ഇതിങ്ങനെ കാൽസ്യത്തിന് വേണ്ടിയാണ് ഈ മുട്ട നമ്മൾ തന്നെ ആയാലും കഴിക്കുന്നത് കാൽസ്യത്തിന് വേണ്ടിയാണ്. ഇതിപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ഒരുപാട് പൂവും കായ് ഉണ്ടാകുന്നുണ്ട്, കയ്പ് ഉണ്ടാകുന്നുണ്ട്. വഴുതിന എല്ലാം തളർന്ന് രണ്ടാമത് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഒരു സ്ലറിയും കൂടി നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിനടുത്ത് ഉണ്ടാക്കി വെച്ച സ്ലറിയായി. ഈ സ്ലറീൻ്റെ അകത്ത് കണ്ടില്ലേ, നല്ല സ്ലറിയാണ്. ഇതിൻ്റെ അകത്ത് ഈ മുട്ടയും കൂടി കുറച്ചൊരു പരട്ടെ ഇത് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ചീരക്കും എല്ലാത്തിനും ഒഴിക്കാം, നല്ലതാണ്. ഞാനിപ്പോൾ ഈ കോളിഫ്ലവറിനും എല്ലാത്തിനും ഒഴിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അതിലേറ്റൊരു ഇത് കുറഞ്ഞ പോലെയുണ്ട്, അതുകൊണ്ട് കുറച്ച് അതിന് ഒഴിച്ച് കൊടുക്കട്ടെ. എല്ലാത്തിനും ചീരക്കും എല്ലാത്തിനും ഒഴിച്ച് കൊടുക്കാനാവും. കണ്ടില്ലേ? കണ്ടില്ലേ? ഇത് ചീര നല്ല ഉഷാറായിപ്പോയി. ചീര 3-4 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ പരിക്കാനായിനി. അത്രയും ദിവസം ആയില്ല നട്ടിട്ട്, എന്നാലും വേഗമായി. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇതിനെല്ലാം ഒഴിക്കും. വേണ്ട, ഈ കോളിഫ്ലവർ ഇതിനെല്ലാം കുറച്ച് ഒഴിച്ച് കൊടുത്താലുണ്ട്. ഇനി മഴ പെയ്യുമ്പോൾ എന്താ ആകുമെന്ന് അറിയില്ല. മഴ വരുന്നത് കൊണ്ട് എനിക്കൊരു പേടിയുണ്ട്, എന്നാലും നമുക്ക് നോക്കി നോക്കാം. അതിനാണ് ഞാനിപ്പോൾ ഇതിന് ഒഴിച്ച് കൊടുക്കുന്നത്. ഉഷാറിലങ്ങ് വളർന്നു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അവരിങ്ങ് ഉഷാറായിക്കോളും. അതിലിടക്ക് മഴ കൂടുന്നതിലിടക്ക് നല്ലോണം വളർന്ന് അതിൻ്റെ മേലെ ശക്തി കിട്ടിപ്പോയാൽ പിന്നെ വേരിന് കേട് വരാതെ വിധത്തിലായാൽ പേടിക്കാനില്ല. അതിലിടക്കാണ് പേടിക്കേണ്ടത്. കണ്ടില്ലേ? ഇനിയിപ്പോൾ ഈ മുളകിന് ഒഴിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വഴുതിനൊക്കെ ഒഴിക്കട്ടെ. വഴുതിനൊക്കെ ഇത് കണ്ടില്ലേ? വഴുതിന വഴുതിന. ഈ വഴുതിന നല്ല ഇത് കണ്ട, നമുക്ക് നല്ലോണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ വഴുതിനൊക്കെ ഒഴിക്കുന്നത്. കണ്ടില്ലേ? ഇത് കണ്ടിട്ടില്ലേ? ഈ ചീരക്ക് ഒഴിച്ചു, ഈ കോളിഫ്ലവറിന് ഒഴിച്ചു, കേബേജിന് ഒഴിച്ചു. ഇനി നമ്മളിപ്പോൾ ഒഴിക്കുന്നത് പിന്നെ ഒഴിക്കുന്നു. ഇത് കണ്ടില്ല? ഞാൻ ഈ ബക്കറ്റിലേക്കുള്ള ഞാൻ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒറ്റ മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ മുട്ടയല്ലേ, അതുകൊണ്ട് കൂടുതൽ എടുത്തിട്ടില്ല. ഇതിപ്പോൾ ഈ ഒഴിക്കുന്നതിനെല്ലാം കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. നല്ലോണം ഒഴിച്ച് കൊടുത്താൽ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഓരോരാഴ്ച ഓരോരോ വളം കൊടുക്കണം. ഇത് വളം കൊടുക്കാതെ കൊണ്ടാണ് നമ്മൾ നല്ല കൃത്യമായി കൊടുത്താലുണ്ടല്ലോ ഇതിൻ്റെ വിളവെടുപ്പ് നിൽക്കൂല. ഇന്നിപ്പോൾ പറിച്ചാൽ മറ്റന്നാളത്തേക്ക് പരിക്കാനുണ്ടാവും, ഇഷ്ടംപോലെ പരിക്കാനുണ്ടാവും. പക്ഷേ അതിന് പറ്റുന്നില്ല, എനക്കൊന്നും ഇപ്പം അങ്ങനെ വളം കൊടുക്കാൻ പറ്റുന്നില്ല. അതാണ് അങ്ങനെ വളം കൊടുത്താൽ മാത്രമേ നന്നാവൂലൂ. ആണല്ലേ? ഇതേപോലെ ഇഷ്ടംപോലെ നമ്മൾ ഇന്ന് ഒഴിച്ച് നാളെയും അടുത്ത ആഴ്ചക്ക് ഒരു ദിവസം ഈ ബാഗിലത്തെ വളം കൊടുപ്പ് എങ്ങനെയാ വെച്ചാൽ ഞായറാഴ്ച ദിവസം വളം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഞായറാഴ്ച തന്നെ വളം കൊടുക്കണം, പിറ്റത്തെ വളം കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ പച്ചക്കറി നന്നാവൂലൂ. അല്ലെങ്കിൽ പച്ചക്കറി നന്നാവില്ല. ഏത് പച്ചക്കറി ആയാലും ശരി, ഏതിനും അങ്ങനെ കൊടുക്കണം വളം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ പാഞ്ഞോളൂ. ഇനി കണ്ടില്ലേ? ഇനിയിപ്പോൾ അതിന് മുരുടിപ്പ് വന്നിട്ടുണ്ടായി പോയിട്ടില്ല. അതിനിപ്പോൾ ആ മറ്റേ മരുന്ന് തന്നെ ഒഴിക്കണം, എന്നാൽ മാത്രമേ അത്
മാറുന്നില്ല. ഇതത്ര പോരാ. കണ്ടോ? കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഇതാ ഇങ്ങോട്ട് വെച്ച് ഇനി ബാക്കി പിന്നെ ഒരു സൊയ്ക്ക. ഇന്നിപ്പോൾ അത്ര എനിക്ക് കയ്യിലും സമയപാടായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് എല്ലാവരും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവരും ഞാൻ ഇന്നിപ്പോൾ കണ്ടല്ലോ നിങ്ങൾ ഇണ്ടാ പൂക്കൾ കണ്ട നല്ലപോലെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കായും ഉണ്ട്. ആ കായ് തേച്ച് പിടിക്കും കേട്ടോ. വഴുതിന കണ്ടാ ഇതെല്ലാത്തിനും ഇതിൻ്റെ കണ്ട ഞാൻ ഇത് കണ്ടില്ല. പഴയതായാലും നമ്മൾ അതിനുള്ള വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പിടിക്കും കേട്ടോ. കണ്ടില്ലേ അതാ. അതേപോലെ അങ്ങനെയുണ്ട്. അങ്ങനെ തന്നെ കൊലയായിട്ട് വരും. ആ കൊല തേച്ചുണ്ടോ ഈ കൊലി ഒരുപാട് കായ് ഉണ്ടാകുമ്പോണ്ടല്ലോ വണ്ണം വെക്കൂല. ഓരോന്നോരോന്നേ കൊലമേലുള്ളെങ്കിൽ നല്ല വണ്ണം നിങ്ങൾ വെക്കും. ഇത് മേക്കുമേൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വേഗം വണ്ണം വെക്കൂല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് തരുന്ന എനിക്ക് പറയാനുള്ള നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. പിന്നെ എല്ലാവരും സപ്പോർട്ട് തരുക. സബ്ബ് ചെയ്യാത്തവർ സബ്ബ്. ഇപ്പം എനിക്ക് സബ്ബും കിട്ടുന്നില്ല, വ്യൂസും ഒന്നും കിട്ടുന്നില്ല. സബ്ബൊന്നും ഇപ്പോൾ ഈ മാസം സബ്ബേ കിട്ടിയിട്ടില്ല, ആരും തരുന്നില്ല. അതിൽ കുറഞ്ഞു വരുമെന്ന് സബ്ബ് ദേശം കുറഞ്ഞു വരും. അതുകൊണ്ട് ഇനി എനിക്ക് നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഹൈപ്പ് പിന്നെ ലൈക്ക് സബ്ബ് അതിൽ തന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ഫുള്ളായിട്ട് കാണണം എന്ന് എനിക്ക് പറയാനില്ല. ഞാൻ വീണ്ടും നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരും നന്ദി, നമസ്കാരം. ഇത് നമ്മളെ പച്ചക്കറി ഉഷാറാവാനും നല്ല പൂവും കായ് ഉണ്ടാവാനും എല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വീട്ടിൽ പറിച്ച് തീരൂല. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് ഇഷ്ടം പോലെ പറിക്കാനാവും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.